ഫ്രണ്ട്സ്, നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരി ബീഫാണ്. ഇപ്പോൾ ഏറെ പ്രചാരത്തിലുള്ള ഈ ഡിഷ് ഷെഫ് സീക്രട്ടിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഴംപൊരി തയ്യാറാക്കി വയ്ക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും അത് സുപരിചിതമാണല്ലോ. പക്ഷേ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മൈദ, അരിപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മുട്ട, ദോശമാവ് എന്നിവ ചേർത്ത പഴംപൊരിയാണ്. ഈ രീതിയിൽ പഴംപൊരി തയ്യാറാക്കിയാൽ അല്പം രുചി കൂടുതലായിരിക്കും കേട്ടോ. എന്നാ പിന്നെ പ്രധാന സംഭവത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം പഴംപൊരി ബീഫ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മുളക് പൊടി 100 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 50 ഗ്രാം, മീറ്റ് മസാല 50 ഗ്രാം, ഗരം മസാല 2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 50 ഗ്രാം വീതം, പച്ചമുളക് അരിഞ്ഞത് 5 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, സവോള വഴറ്റിയത് 3 എണ്ണത്തിൻ്റെത്, വെളിച്ചെണ്ണ 100 ഗ്രാം, ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചത് 250 ഗ്രാം, പഴംപൊരി 5 എണ്ണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം ഒരു ഉരുളി ചൂടാക്കിയ ശേഷം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ 50 ഗ്രാം വീതം ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം കറിവേപ്പില ആവശ്യത്തിനിട്ട് 5 പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം. ഇവ ഒന്ന് മൂത്ത് വരുന്ന പരുവാകുമ്പോൾ 3 സവാള വഴറ്റിയതും ചേർത്ത് വീണ്ടും വഴറ്റുക. അതിനുശേഷം 100 ഗ്രാം മുളക് പൊടി, 100 ഗ്രാം മല്ലിപ്പൊടി, 100 ഗ്രാം മഞ്ഞൾപ്പൊടി, 50 ഗ്രാം മീറ്റ് മസാല എന്നിവ ചേർത്ത് ശരിക്കും വഴറ്റിയെടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ ബീഫിന്റെ സ്റ്റോക്ക് വാട്ടറും വേവിച്ച 250 ഗ്രാം ബീഫും ചേർത്ത് ഒന്നിളക്കിയ ശേഷം 2 സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം. തിളച്ചു കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പഴംപൊരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മറ്റൊരു പാൻ എടുത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന ബീഫ് കറി അതിലേക്ക് മാറ്റിയ ശേഷം ഇപ്പോഴരിഞ്ഞ 5 പഴംപൊരിയും ചേർത്ത് നന്നായി ഇളക്കി ഡ്രൈ ആക്കി മാറ്റണം. അതോടെ നമ്മുടെ പഴംപൊരി ബീഫ് രുചിക്കാൻ തയ്യാറായി. ഏവരും ഈ കോമ്പിനേഷൻ എത്രയും വേഗം ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.